കഴിഞ്ഞ ദിവസം ചേവരമ്പലത്ത് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ ബി.ജെ.പി. ചേവായൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്നലെ നടന്ന വിജയാവതത്തെ തുടർന്ന് ചേവരമ്പലം അങ്ങാടിയിൽ സമാധാനപരമായ വിജയാവതം നടത്തി തിരിച്ചു പോവുകയായിരുന്ന 14ാം ഡിവിഷനിലെ ബി.ജെ.പിയുടെ പ്രവർത്തകരെ ചേവായൂർ പോലീസ് ഒരു കാരണവും കൂടാതെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 5ഓളം വരുന്ന NDAയുടെ പ്രവർത്തകർ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി.ജെ.പി. 14ാം ഡിവിഷൻ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഇവിടെ പോലീസ് തടഞ്ഞിട്ടുള്ളത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ KP പ്രകാശ് ബാബു അവர்களാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് പാർട്ടിയുടെ ചേവരമ്പലം ഏരിയ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ലിജീഷ് അവர்களാണ്. കൂടാതെ ഈ പ്രതിഷേധ മാർച്ചിന് അഭിസംബോധന സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനായിട്ട് ഈ പ്രശാന്ത് കുമാർ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ചേവരമ്പലം വാർഡിലെ കൗൺസിലറായിട്ടുള്ള ശ്രീമതി സരിത പറയേരി എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അതേമാതിരി പാറപ്പടി വാർഡിലെ കൗൺസിലറായിട്ടുള്ള ശ്രീ ഹരീഷ് പൊറ്റങ്ങാടി അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് അധ്യക്ഷ പദം അലങ്കരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ചേവരമ്പലം ഏരിയ പ്രസിഡന്റ് ശ്രീ ലിജീഷ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചേവരമ്പലത്ത് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. ചേവായൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. രമ്യ ദാസ് ചേരുന്നു അവിടെ നിന്നും. രമ്യ, പറയൂ. രോഹിണി, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി ചേവരമ്പലത്ത് ബി.ജെ.പി. പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. ഈ 6 മണിയോടുകൂടി 6 മണി വരെയാണ് CPM-നും അതുപോലെ തന്നെ ബി.ജെ.പിക്കും എല്ലാ പാർട്ടിക്കാർക്കും ഇവിടെ ആഹ്ലാദ പ്രകടനത്തിന് സമയം നൽകിയിരുന്നത്. 6 മണിക്ക് ശേഷം അവിടെ ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഒരു പാർട്ടിയും നടത്താൻ പാടില്ല എന്നായിരുന്നു പോലീസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സമയം കഴിഞ്ഞും CPM പ്രവർത്തകർ അവിടെ ഇത്തരത്തിൽ ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഇവർ ഇത്തരത്തിൽ പരിപാടികളൊന്നും നടത്താതെ 6 മണിയോടുകൂടി പിരിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്നാൽ ഈ പിരിഞ്ഞു പോകുന്ന ഈ ബി.ജെ.പി. പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് പോലീസ് ആക്രമിച്ചു എന്നതാണ് ഇപ്പോൾ ആരോപണം. നിരവധി ഈ പോലീസിന്റെ ലാത്തിചാർജ് ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലർക്ക് കൈയിലെ എല്ലാം ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ചേവരമ്പലത്ത് ഇത്തരത്തിൽ ഏകപക്ഷീയമായി ബി.ജെ.പി. പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് പോലീസ് ആക്രമണം നടത്തുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ മാർച്ച് അണിനിരന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഈ നടന്ന ഈ പോലീസിന്റെ ലാത്തിചാർജിൽ 4ഓളം പ്രവർത്തകർക്ക് കയ്യിന് പൊട്ടൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ബി.ജെ.പി. നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ പ്രകടനം മാർച്ച് തടഞ്ഞിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പോലീസിന്റെ നടപടി ഏകപക്ഷീയമായി ഈ ആക്രമണം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മാർച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ശരി രമ്യ.